മാവ് ലെയറിങ് ചെയ്യുമ്പോൾ സാധാരണയായി തായ്വേര് ഉണ്ടാകാറില്ല. മുറിച്ചെടുക്കുന്ന കൊമ്പുകളിൽ നിന്ന് കേവലം നാരുവേര് മാത്രമാണ് വളരുന്നത്. അതുകൊണ്ട് ലെയറിങ് ചെയ്ത മരങ്ങൾ കാറ്റത്ത് പെട്ടെന്ന് മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ ലെയറിങ് ചെയ്ത മാവിനും തായ്വേരിൻ്റെ ബലം കിട്ടാൻ കർഷകർ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൊമ്പിൻ്റെ തൊട്ട് മുകളിലായി ഒരു നാടൻ മാവിൻ്റെ തൈ കെട്ടിവെക്കുക. ഈ നാടൻ തൈകൾക്ക് നല്ല തായ്വേര് ഉണ്ടായിരിക്കും. നാടൻ തൈയുടെ തൊലിയും ലെയറിങ് ചെയ്യുന്ന കമ്പിൻ്റെ തൊലിയും അല്പം ചെത്തി മാറ്റി തമ്മിൽ ചേർത്ത് പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച് മുറുകെ കെട്ടിവെക്കുക. ഇത് വേർപെടുത്താൻ ഏകദേശം 2-3 മാസം കൊണ്ട് ഇവ തമ്മിൽ ഒട്ടിച്ചേരും. അതിനുശേഷം ലെയറിങ് ചെയ്ത കൊമ്പ് മാതൃവൃക്ഷത്തിൽ നിന്ന് മുറിച്ച് മാറ്റാം. നാടൻ മാവിൻ്റെ തായ്വേര് ലഭിക്കുന്നത് കൊണ്ട് മരം മറിഞ്ഞു വീഴില്ല. സാധാരണ ലെയറിങ് തൈകളേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. മണ്ണിൽ നിന്ന് തായ്വേര് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്നതിനാൽ മരം പെട്ടെന്ന് വളരുകയും ചെയ്യും. ലെയർ ചെയ്ത കൊമ്പിൽ തന്നെ നേരിട്ട് തായ്വേര് മുളപ്പിക്കാൻ പ്രകൃതിദത്തമായി കഴിവില്ല. അതിന് വിത്തിട്ട് മുളപ്പിച്ച തൈയുമായി വീഡിയോയിൽ കാണുന്നത് പോലെ യോജിപ്പിക്കുക തന്നെ വേണം. ഇത് മുറിച്ച് ഗ്രോ ബാഗിലേക്ക് നട്ടതിന് ശേഷം നല്ല തണലുള്ള ഭാഗത്ത് വെക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ വേരുകൾ കരിഞ്ഞു പോകാനും ഇലകൾ പൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്.